ഏതൊരു വിമർശനത്തിൻ്റെയും അല്ലെങ്കിൽ ഏതൊന്നിൻ്റെയും വിമർശനത്തിൻ്റെ ആധാരം അത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. എന്താണെങ്കിലും അതിൻ്റെ മൂലഗ്രന്ഥവും അനുബന്ധ ഗ്രന്ഥങ്ങളുമായിരിക്കും. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ആ മൂലഗ്രന്ഥവും അനുബന്ധ ഗ്രന്ഥവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപജ്ഞാതാക്കളോ അല്ലെങ്കിൽ ഉപജ്ഞാതാവോ ആയ ആളുകളുടെ ജീവിത രീതിയുമായിരിക്കും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഖുർആൻ വിമർശനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഖുർആനും, ഇസ്ലാം വിമർശനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഖുർആനും അനുബന്ധ ഗ്രന്ഥങ്ങളും പിന്നെ മുഹമ്മദ് നബിയുടെ ജീവിതചര്യയുമായിരിക്കും. പിന്നെ ഇസ്ലാം അതൊരു മതം എന്ന നിലയിൽ നമുക്ക് ഒരാശയം, മതം എന്ന് പറഞ്ഞാൽ ഒരാശയം എന്ന നിലയിൽ മൂലഗ്രന്ഥത്തിലും അനുബന്ധ ഗ്രന്ഥത്തിലും ആ മുഹമ്മദ് നബിയുടെ ജീവിത രീതികളും ആ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി കാണുകയാണെങ്കിൽ വലിയ അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വലിയ അപാകതയുള്ളതായി തോന്നുന്നില്ല. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്നൊരു കാലഘട്ടം, അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ അത് വലിയ കുഴപ്പമുള്ളതായി തോന്നുന്നില്ല. എന്നാൽ അതിന് അവകാശപ്പെടും പോലെ എക്കാലത്തേക്കും വേണ്ടിയുള്ള ഒരു സ്പിരിച്വൽ ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഖുർആൻ അത്യാവശ്യം വായിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അതൊരു സ്പിരിച്വൽ ഗ്രന്ഥമായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതൊരു നോൺ സ്പിരിച്വലാണ്, ആൻറ്റി സ്പിരിച്വലാണ്, ആൻറ്റി വിമനാണ്, ആൻറ്റി ഹ്യൂമനാണ്. എൻ്റെ റീഡിങ് ആട്ടോ. എന്താണ് അങ്ങനെയെന്നുണ്ടെങ്കിൽ എന്താണ് സ്പിരിച്വൽ, എന്താണ് നോൺ സ്പിരിച്വൽ എന്ന് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിനെയോ ഒരു മനുഷ്യ വ്യക്തിനെയും സ്പിരിച്വൽ ബീയിങ് ആൻഡ് ഫിസിക്കൽ ബീയിങ് ആയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കും നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഇത്തിരി കൂടെ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബീയിങ്ങിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കും, ഹെൽത്ത് ഫെസിലിറ്റീസ്, പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടായി ഓപ്പറേഷൻസ്, അങ്ങനെ കുറേ സംവിധാനങ്ങൾ നടക്കും. അതുപോലെ തന്നെ സ്പിരിച്വൽ ബീയിങ്, നമ്മളിലുള്ള സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഫുഡ് വേണം. അതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്ന ഫുഡ്. ആ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അത് സ്നേഹം, കരുണ, സഹോദര്യം, സഹവർത്തിത്വം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പെടും ഇതിനകത്ത്. ഈ സ്പിരിച്വൽ ബീയിങ്ങിന് അസുഖം വരും, ഫിസിക്കൽ ബീയിങ്ങിന് അസുഖം വരുന്നത് പോലെ. ഫിസിക്കൽ ബീയിങ്ങിന് അസുഖം വരുമ്പോൾ, പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ സ്പിരിച്വൽ ബീയിങ്ങിന് അസുഖം വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ഈ വക കാര്യങ്ങളിൽ കൗൺസിലിംഗ് ഒക്കെ അറിയുന്ന ആളുകളുടെ അടുത്ത് പോകും. പിന്നെ അതിന് കഴിഞ്ഞ് പിന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകും. അങ്ങനെ സ്പിരിച്വൽ ബീയിങ്ങിനും ഫുഡും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആവശ്യമാണ്. മറ്റ് സാഹചര്യങ്ങളുമൊക്കെ അതിനും ആവശ്യമാണ്. പക്ഷേ ഫിസിക്കൽ ബീയിങ്ങിൻ്റെ വളർച്ചയുടെ ഉത്തരവാദിത്വം പേരൻസിന് വലിയ കൺസേണാണ്, ഫാമിലിക്ക് കൺസേണാണ്, സ്റ്റേറ്റിന് കൺസേണാണ്, എല്ലാ ആളുകൾക്കും കൺസേണാണ്, പൊതുസമൂഹത്തിനും കൺസേണാണ്, ഈ ഇരിക്കണം നമുക്കെല്ലാവർക്കും വലിയ കൺസേണാണ്. ബട്ട് സ്പിരിച്വൽ ബീയിങ്ങിന് എന്ത് ഫുഡ് നൽകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ വളരെ മോശമാണ്. അത് നമ്മൾ മതക്കാർക്ക് ഹോൾസെയിൽ ഡീലേഴ്സാക്കി, അവർ ഹോൾസെയിൽ വിൽപ്പന നടത്തുന്നു, അവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കാര്യങ്ങൾ പിഴയ്ക്കുന്നു എന്നാണ് എൻ്റെ റീഡിങ്. ഇവിടെ ഇസ്ലാമാണല്ലോ ചർച്ച, അതുകൊണ്ട് ഞാൻ ഇസ്ലാം മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാം ആവുമ്പോൾ ഖുർആനും അനുബന്ധ ഗ്രന്ഥങ്ങളും പിന്നെ മുഹമ്മദ് നബിയുടെ ജീവിതവുമാണ് വരുന്നത്. ഈ ഫുഡ് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ വളർച്ചയ്ക്ക് നന്നാണോ എന്നുള്ളിടത്താണ് എൻ്റെ നോട്ടം. ഈ മൂല്യങ്ങളെ അവയുടെ പഠിക്കലിനെയും സമൂഹം വിമർശിക്കുന്നു. പൊതുവെ എല്ലാ ആളുകളും വിമർശിക്കാറുണ്ട്, സമൂഹം മൊത്തത്തിൽ വിമർശിക്കുന്നു. ഈ വിമർശിക്കുന്നവരെ തന്നെ ഞാൻ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. ഒന്ന്, എക്സ് മുസ്ലിംസ്, ഇവിടെയുള്ള സുഹൃത്തുക്കൾ, ഞാൻ അവരെയൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. മതത്തിൽ നിന്നുകൊണ്ട് തന്നെ വിമർശിക്കുന്നവർ എന്ന് വെച്ചാൽ മതത്തിനെ കളഞ്ഞിട്ടില്ല, അങ്ങനെ കുറേ പേരുണ്ട്. നമ്മുടെ ഫക്രുദ്ദീൻ അലി പോലുള്ള ആളുകളൊക്കെ മതത്തിൽ നിന്നുകൊണ്ടും അതിൻ്റെ തെറ്റായ കാര്യങ്ങൾ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്ന ആളുകളാണ്. പിന്നെ മറ്റു മതാനുയായികൾ, പിന്നെ ആക്ടിവിസ്റ്റുകൾ, യുക്തിവാദികൾ, സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീമും വരും, നവമാധ്യമവും വരും. എക്സ് മുസ്ലിംസ് അതിൽ തന്നെ 2-3 ടീമുണ്ട്. എൻ്റെ നിരീക്ഷണമാണ് കേട്ടോ. ഇവിടെ എക്സ് മുസ്ലിംസൊക്കെ ഉള്ള വേദി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. സോറി, ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഒരു ടീം ആദം സിൻഡ്രം പിടിപെട്ട ടീമാണ്. എന്ന് വെച്ചാൽ ആദം സിൻഡ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആദം എന്ന് പറയുന്നൊരു സ്റ്റോറി എല്ലാ ആളുകൾക്കും അറിയാമായിരിക്കും. ഈ ബൈബിളിലൊക്കെ ഉള്ളൊരു സ്റ്റോറിയാണ്. ആ കഥാപാത്രത്തിനോട് ദൈവം പറഞ്ഞു, ആദത്തിനെ ഹവ്വായിനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ ഒരു മരത്തിലെ
ഫലം മാത്രം ഭക്ഷിക്കരുത്, ബാക്കിയൊക്കെ നിങ്ങൾ സമൃദ്ധിയായിട്ട് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദൈവം പോയി കഴിഞ്ഞപ്പോൾ ഹവ്വ സർപ്പത്തിൻ്റെ രൂപത്തിൽ ചെകുത്താൻ വന്നിട്ട് ഹവ്വയോട് പറഞ്ഞു, അതെ നിങ്ങളത് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ട് ദൈവത്തിന് ഭയങ്കര അസൂയ, അതുകൊണ്ടാണ് നിങ്ങളോട് ഭക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളത് ഭക്ഷിച്ചോ, ധൈര്യമായിട്ട് ഭക്ഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പം പാമ്പ് ഇത് പറഞ്ഞപ്പോൾ അത് ഹവ്വ ഭക്ഷിച്ചു. എന്നിട്ട് ആദത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, ആദം ഇത് നല്ല രസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദവും ഭക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വന്നിട്ട് ആദം എന്ന് വിളിച്ചു. അപ്പോൾ ആദം ഞെട്ടിപ്പോയി. എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഈ ഹവ്വയാണ് എന്നെ കുഴപ്പത്തിലാക്കിയത് എന്ന് പറയുകയും, അങ്ങനെ ആദത്തിനോടും ദൈവം പറഞ്ഞു, ഹവ്വാനോടും പറഞ്ഞു. ആദത്തിന് ദൈവത്തിനോടാണ് ഉത്തരവാദിത്തമുള്ളത്, അല്ലാണ്ട് ഹവ്വാനോടല്ല. ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നോട് എന്താ പറയുക സജീവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സജീവനോടാണ് ഉത്തരം പറയേണ്ടത്, വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഉത്തരം പറയേണ്ടത്. ഇച്ചിരി കൂടെ എളുപ്പത്തിൽ പറയാം, ആ പെണ്ണിൻ്റെ ഡ്രസ്സ് ശരിയല്ലാത്തതുകൊണ്ട് അവൻ അവളെ റേപ്പ് ചെയ്തു. അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഓണപ്പയില്ല, വളരെ പ്ലെയിനാണ്. ഇങ്ങനെ ഒരു ആദം സിൻഡ്രം പിടിപെട്ടിട്ടുള്ള ആളുകൾ. പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് നിലപാടുള്ള ആളുകൾ, അത് മലയാളികളുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, എന്താ പറയുക ഹാരിസ് സുൽത്താനും അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റൊക്കെ പോലുള്ള വേറെയും കുറേ ടീംസൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടീമാണ് എക്സ് മുസ്ലിം തന്നെ. മറ്റുള്ളവർ ഞങ്ങൾ ഇസ്ലാം കുടുംബാംഗങ്ങളാണ്, ഞങ്ങൾ എക്സ് മുസ്ലിംസാണ്, ബട്ട് നിങ്ങളാരാണ് അതൊക്കെ ചോദിക്കാൻ, അത് ഞങ്ങൾ തന്നെ ചോദിച്ചോളാം എന്ന് പറയുന്ന അതിനകത്ത് പെടും നമ്മുടെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അങ്ങനെ 3 ടീം. പിന്നെ മറ്റ് മതാനുയായികൾ, അതിനകത്ത് ഭയങ്കര ഘോരം ഫൈറ്റ് ചെയ്യുന്ന ടീമാണ് ക്രിസ്ത്യൻസ്. അവർക്ക് കുറേ ചാനൽസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ക്ലബ് ഹൗസ് ഉണ്ട്. അതിനകത്ത് 2 തരം വിമർശനമുണ്ട്. അവിടെയാണ് ഈ മതം പിടിച്ചു നിൽക്കാൻ ഇച്ചിരി കൂടുതൽ പാടുപെടുന്നതെന്നാണ് എൻ്റെ നിരീക്ഷണമാണ് കേട്ടോ, എൻ്റെ നിരീക്ഷണം. ഒന്ന്, ഖുറാന് റിലേറ്റഡ് ഗ്രന്ഥങ്ങളും റിലേറ്റഡ് ബുക്സും അവർ നേരെ വിമർശിക്കുന്നു. 2, ഖുറാൻ ഈ തോറ, ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തുടങ്ങിയവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ സംസാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഖുറാനകത്ത് കാണുന്ന പലതും വക്രീകരിച്ചതും തെറ്റായതും കാലഘട്ടത്തിൽ നിന്നും അടർത്തി മാറ്റിയതുമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഫോർ എക്സാമ്പിൾ ഖുറാനിൽ തന്നെ 3rd ചാപ്റ്ററിൽ കാണുന്ന ഈസാ നബിയുടെ ജനനത്തെക്കുറിച്ച്, ഈസാ നബി എന്ന് പറയുന്ന മോശയുടെ സഹോദരിയുടെ മകനാണ് ഖുറാനിലെ ഈസാ നബി. അതേസമയം ബൈബിളിലെ ജീസസ് എന്ന് പറയുന്നത് അതിനുശേഷം 1000-അപ്പുറത്ത് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു മറിയം, ജോസഫ് എന്നീ ആളുകളുടെ മകനാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈസാ നബിയുടെ മാത്രമല്ല, ഇപ്പം നമ്മൾ എന്താ പറയുക ഈ ബലിയുടെ വിഷയം വരുമ്പോഴും ഒക്കെ വളരെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുത്തുകോമയല്ല, നേരെ ഉൾട്ടയാകുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം അവർ എടുത്തിട്ട് അലക്കുകയാണ്. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ഇത് രണ്ടും, ഈ എല്ലാ ഗ്രന്ഥങ്ങളും, ഈ ഇസ്ലാമിൻ്റെ ബുക്കും അതുപോലെ തന്നെ ഈ തോറയും ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ഒക്കെ എന്ന് വെച്ചാൽ ജൂസിൻ്റെ തോറ ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയാണ് ഈ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് പഴയ നിയമം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഇത് ന്യൂ ടെസ്റ്റ്മെൻറ്റ്, അതായത് പുതിയ നിയമം. അപ്പോൾ അതിവിടെ പിടിച്ചു നിൽക്കാൻ കുറേ ബുദ്ധിമുട്ട് വരികയാണ്. ഇതാണ് ഒരു സംഭവം. പിന്നെ മറ്റു മതാനുയായികളിൽ പെട്ട ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ അടുത്തത് ക്രിസ്ത്യൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആക്ടിവിസ്റ്റുകൾ, അതായത് യുക്തിവാദികൾ, ആക്ടിവിസ്റ്റുകൾ, ഈ ടീം. അവരിൽ തന്നെ ഭയങ്കര വിചിത്രമായ ടീംസ് ഉണ്ട്. അതായത് ഒരു ടീം വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിന് അതായത് വളരെ കറക്റ്റായിട്ടുള്ള നിലപാടുള്ള ആളുകൾ. പിന്നെ വേറൊരു ടീം അതായത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ നിലപാടിനോട് ചേർന്ന് പോകുന്ന ഇക്കൂട്ടരാണ് പ്രധാനമായിട്ടും സാംസ്കാരിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നവരും. പിന്നെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എല്ലാ മതങ്ങളും ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരടിയാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ. അതായത് ഒരാശയം എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ആശയവും മുഹമ്മദിൻ്റെ ആശയവും ബുദ്ധൻ്റെ ആശയവും എല്ലാം ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു
വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം. നവമാധ്യമങ്ങളാണെങ്കിൽ അത് കണ്ടമാനമുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇനി ഇതെന്തുകൊണ്ട് എന്നെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു പൊതുസമൂഹത്തിന് ഇത് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനുള്ളിൽ എങ്ങനെയാണ് മറ്റു മതസമൂഹങ്ങളോട് പെരുമാറേണ്ടത് എന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സമൂഹത്തിൻ്റെ മാത്രം കാര്യമല്ല, എന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം കാര്യമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ കാര്യമാണ്. ഈ സബ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, USA യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് പറയുകയാണ്, ആകെ 15-25% ആളുകളാണ് തീവ്രവാദികളുള്ളൂ, ബാക്കിയുള്ളവരൊന്നും തീവ്രവാദികളല്ല എന്ന്. ശരിയായിരിക്കും. അതിന് ബ്രിജിറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടുക്കുന്ന മറുപടിയുണ്ട്. അതായത് ഇവിടെ 1.2 ബില്യൺ മനുഷ്യരുണ്ട് മുസ്ലിംസ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ 15-25% റാഡിക്കൽസ് ആണെങ്കിൽ 75% ആളുകൾ പീസ്ഫുൾ ആളുകളായിരിക്കും. ഈ 15-25% റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ 180-300 മില്യൺ റാഡിക്കൽസ് വരും. അപ്പോൾ അവർ ചോദിക്കുന്നു, നാസികൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? 60 മില്യൺ ആളുകളെ കൊല്ലാൻ പറ്റി. അതുപോലെ റഷ്യയിൽ എല്ലാ ആളുകളും കൊല്ലാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്നവരാണോ? ചൈനയിൽ, ജപ്പാൻ, ഇവരെല്ലാം ആളുകളെ കൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കലും ഈ ഹാൻഡ്ഫുൾ ഫ്രിഞ്ച് ഗ്രൂപ്പ് വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ തൃശ്ശൂർ നമ്മളൊരു 3 ലക്ഷം ജനം ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ 1% ആളുകൾ എന്തിനും തയ്യാറുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. തൃശ്ശൂരത്തെ ഈ 3 ലക്ഷം ആളുകളും രാത്രി മയങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ആട്ടി വീട്ടിക്കകത്ത് കയറ്റും. കാരണം അതാണ് അതിൻ്റെ റിസൾട്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ. അപ്പോൾ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമല്ല. പിന്നെ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് എന്ന് പറഞ്ഞ UAE ഒരു ചെറുപ്പക്കാരൻ, ഒരു സുന്ദരൻ ഫോറിൻ മിനിസ്റ്റർ പറയുകയാണ്, ഏറ്റവും ഭയങ്കര റാഡിക്കൽസ് വരാൻ പോകുന്നത് ഇനി യൂറോപ്പിൽ നിന്നാണ്. അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞതാണ് കേട്ടോ, കഴിഞ്ഞ വർഷമൊന്നും പറഞ്ഞതല്ല, ഫ്യൂ വീക്സ് ബാക്ക് പറഞ്ഞതാണ്. ഇനി റാഡിക്കൽസ്, ഏറ്റവും വലിയ എക്സ്ട്രീമിസ്റ്റുകളും റാഡിക്കൽസും വരാൻ പോകുന്ന യൂറോപ്പിൽ നിന്നാണ്. കാരണം അയാൾ പറയുന്ന കാരണം, ഡിസിഷൻ മേക്കിങ്ങിൽ ഇവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. പിന്നെ പൊളിറ്റിക്കലി കറക്റ്റാകാൻ വേണ്ടി യൂറോപ്പ് ശ്രമിക്കുന്നു. പിന്നെ മിഡിൽ ഈസ്റ്റിലെയും ഇസ്ലാമിനെയൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ നന്നായി അറിയാമെന്ന ധാരണ ഉള്ളതുകൊണ്ട്. ഇത് പറയുന്നത് ആരാണെന്ന് ഓർക്കണേ, ഒരാളുകൾക്കും ഒന്നും കൊടുക്കാത്ത UAE ആണ് പറയുന്നത്. UAE മിനിസ്റ്ററാണെന്ന് ഓർക്കണം. അവിടെ ഭയങ്കര ജനാധിപത്യമാണല്ലോ, എല്ലാ ആളുകൾക്കും അവിടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നല്ല റോളാണ്. ആ ആളാണ് പറയുന്ന പൊളിറ്റിക്കലി കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കും കൂടി വരികയാണെങ്കിൽ ഇവിടെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് എന്താ പറയുക, നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ വിധി എന്നുള്ള ഒരു നിലപാട് പൊതുവേ ഉണ്ട്. എനിക്കും ആ നിലപാടുണ്ട്. പക്ഷേ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ട. നമുക്ക് ചില കാര്യങ്ങളിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം, ചില കാര്യങ്ങളിൽ നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആകണ്ട എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിലപാട്. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം. പൊളിറ്റിക്കലി കറക്റ്റ് ആവുകയാണെങ്കിൽ എല്ലായിടത്തും പൊളിറ്റിക്കലി കറക്റ്റ് ആകാൻ ശ്രമിക്കുക. പിന്നെ ബാക്കി രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് ഞാൻ പറയേണ്ടുന്ന യാതൊരു കാര്യമില്ല, എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പരിധി തീരുമാനിക്കുന്നത് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തികളുമല്ല, ഒറ്റൊരാളുമല്ല. ആ ഗ്രന്ഥവും അനുബന്ധ ഗ്രന്ഥങ്ങളും മുഹമ്മദ് നബിയുടെ ജീവിതവും അത് തന്നെയാണ് ഇതിൻ്റെ പരിധി തീരുമാനിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ആ നിമിഷം ആളുകൾ പറയും, അയ്യോ ഇസ്ലാമിനെ വിമർശിച്ച് കൊന്നേന്ന്. നിഷ്കളങ്ക ഹൃദയർക്ക് ഇത് മനസ്സിലാകാറില്ല. നിഷ്കളങ്ക ഹൃദയർ വിചാരിക്കുന്നു, അയ്യോ അത് ഇസ്ലാം വിമർശനം അതിര് കിടക്കുകയാണെന്ന്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ആ ഗ്രന്ഥം തന്നെയാണ് അതിൻ്റെ പരിധി തീരുമാനിക്കുന്നത്. ആ മുഹമ്മദ് തന്നെയാണ് അതിൻ്റെ പരിധി തീരുമാനിക്കുന്നത്. ഞാനോ ഇവിടെ ഇരിക്കുന്ന ഒരാളുമോ ഇനി വരാൻ പോകുന്ന ആളുകളോ ആരുമല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കി. താങ്ക് യു. നമസ്കാരം. ഇസ്ലാം വിമർശനം അതിര് കടക്കുന്നു എന്നാണ്. രണ്ട് ഭാഗത്തു നിന്നുള്ള വീക്ഷണങ്ങൾ അതിൽ പ്രധാനമാണ്. ഒരു പ്രത്യയശാസ്ത്രമോ മതമോ ഒരാദർശമോ അത് കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏത് വിമർശനവും അസഹനീയമായിരിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ എത്ര ലളിതമായിട്ടുള്ള വിമർശനമാണെങ്കിലും
കമ്മ്യൂണിസത്തെ വിമർശിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് അതിര് കടന്നതായിട്ട് തോന്നും. ക്രിസ്തു മതത്തെ വിമർശിക്കുമ്പോൾ അത് അതിര് കടക്കുന്നതായിട്ട് അവർക്ക് തോന്നും. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവർക്കും തോന്നും. ഇവിടുത്തെ സംഘപരിവാറിനെയോ BJPയോ വിമർശിച്ചാൽ അതും അതിര് കടക്കുന്നതായിട്ട് അവർക്ക് തോന്നും. ഈ വിമർശനങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന രീതി, ഇതിലും വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും. വിമർശിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, വിമർശനം ജനാധിപത്യ അവകാശമല്ലേ എന്ന് പറയുന്നവർ നിങ്ങൾക്ക് കമ്മ്യൂണിസത്തിലും കാണാൻ പറ്റും, ക്രിസ്ത്യാനിറ്റിയിലും കാണാൻ പറ്റും, BJPയിലും കാണാൻ പറ്റും, ഹിന്ദു മതത്തിലും കാണാം, ഇസ്ലാമിലും കാണാൻ പറ്റും. വിമർശനം എന്ന് പറഞ്ഞാൽ ആക്ഷേപമാണ് എന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കുന്നവർ, തെറി വിളിക്കുന്നവർ, വധഭീഷണി മുഴക്കുന്നവർ, അവരെയും നിങ്ങൾക്ക് എല്ലാ സ്ട്രീമിലും കാണാൻ പറ്റും. ഇതിലേതിനെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യാൻ പോകുന്നത്? എല്ലാത്തിലും കാണാൻ പറ്റും. ക്രിസ്ത്യാനിറ്റിയിൽ കാണാൻ പറ്റും. അതിനിശ്ചിതമായിട്ട്. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ ഇസ്ലാം മതത്തെ നിശിതമായി വിമർശിക്കുന്നു എന്ന് വിശ്വാസികൾക്ക് ആക്ഷേപമുള്ള ഒരാളാണ് ഞാൻ. അതേ സമയത്ത് ചില ഇസ്ലാം വിമർശകർക്കും ചില പുരോഗമന ആശയം പറയുന്നു എന്ന് പറയുന്ന യുക്തിവാദികൾക്കും ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നു എന്ന ആക്ഷേപമുള്ള ആളാണ് ഞാൻ. എന്നാൽ നടത്തുന്നത് വളരെ നിശിതമായിട്ടുള്ള ഇസ്ലാം വിമർശനമാണ് എന്ന് ഇസ്ലാമിസ്റ്റുകൾക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ മുസ്ലിങ്ങൾക്ക് ഫേവറബിളായിട്ട് സംസാരിക്കുന്നു എന്ന് ഇപ്പോഴും ഒരു പക്ഷപാതം ഇസ്ലാമിനോട് സൂക്ഷിക്കുന്ന ആളാണ് എന്ന് ഇസ്ലാമിനെ മറ്റു രീതിയിൽ വിമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തോന്നുന്നു. അപ്പോൾ ഇത് വിമർശകൻ മാത്രമല്ല, വിമർശനം കേൾക്കുന്ന സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ കൂടി വളരെ പ്രധാനമാണ് എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് മതവിമർശനം, പ്രത്യയശാസ്ത്ര വിമർശനം എന്തും ആവാം. ഏത് വിമർശനത്തിനും കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടാവും. വിമർശകനൊരു ലക്ഷ്യം ഉണ്ടാവും. വിമർശനം ഉന്നയിക്കുന്ന ആൾ ഞാൻ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നതിന് കൃത്യമായൊരു ഉത്തരമുണ്ടാകും. അതൊരു പക്ഷേ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, വ്യക്തി താല്പര്യങ്ങളാവാം, സാമൂഹ്യ ലക്ഷ്യങ്ങളാവാം. അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിമർശന ശൈലിയും വിമർശന രീതിയും അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ ആരാന്ന് അദ്ദേഹം തീരുമാനിക്കും. ഈ രീതിയിലാണ് വിമർശനം. അപ്പോൾ നമ്മൾ ഇസ്ലാം വിമർശനം എന്നതിനെ ഒരൊറ്റ ഒരു സംഭവമാക്കിയിട്ട് കാണാൻ കഴിയില്ല. വിമർശനം കേൾക്കുന്നവരെയും നമുക്ക് ഒരു യൂണിറ്റായിട്ട് സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഗ്രേസി മാഡം ഇവിടെ സംസാരിച്ച കുറേ കാര്യങ്ങൾ ഞാൻ അവ്യക്തമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്പെസിഫിക് അല്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇസ്ലാം വിമർശനം അതിര് കടക്കുന്നോ എന്ന ചോദ്യത്തിന് അതിര് കടന്ന ഇസ്ലാം വിമർശനമുണ്ട്, അതിര് കടന്ന ഇസ്ലാം വിമർശനമുണ്ട്. മുസ്ലിം വെറുപ്പുൽപാദനം ലക്ഷ്യമാക്കി നടക്കുന്ന ഇസ്ലാം വിമർശനവും കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ആരാണെന്ന് ചോദിച്ചാൽ അതിൽ യുക്തിവാദികളുണ്ട്, സ്വതന്ത്ര ചിന്തകർ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്, എത്തീസ്റ്റുകൾ എന്ന് പറയുന്നവരുണ്ട്, അതിൽ ഇതര മതസ്ഥർ എന്ന രീതിയിൽ ക്രിസ്ത്യൻ വിമർശകരായിട്ടുള്ള ആളുകളും, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയും സംഘപരിവാർ ആശയത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരും ഇസ്ലാമിനെ, അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അങ്ങേയറ്റം നിഷ്ഠൂരമായ മുസ്ലിം വെറുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്നത് ഇതിനെയൊക്കെ കേൾക്കുന്നവർ ആ രീതിയിൽ അങ്ങ് പ്രോസസ്സ് ചെയ്താൽ പ്രശ്നം തീരും. വിമർശകൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആ വിമർശകൻ്റെ കുറച്ച് വിമർശനം കേട്ടാൽ മനസ്സിലാവും. നമ്മുടെ സാമാന്യ ബുദ്ധി സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിമർശനം പോസിറ്റീവായിരിക്കണം എന്നും ലക്ഷ്യം പ്രധാനമാണ് എന്നും ഏത് ലക്ഷ്യത്തിൽ വിമർശിക്കുന്നവർക്കും അവരതിനുപയോഗിക്കുന്ന മാർഗം, നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണെങ്കിൽ, മാനവികതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, മറ്റു മനുഷ്യരെ മനുഷ്യരായി പരിഗണിച്ചുകൊണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രം എന്തോ ആവട്ടെ, മനുഷ്യരായി പരിഗണിച്ചുകൊണ്ടും ജനാധിപത്യം എന്നത് സംസ്കാരമായിട്ട് സ്വീകരിച്ചുകൊണ്ടും ആ മാർഗം സ്വീകരിച്ചുകൊണ്ടും നമ്മളെ നിലവിലുള്ള ഒരു പബ്ലിക് മൊറാലിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള വിമർശനമാണ് ഉചിതം, അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ലക്ഷ്യവും മാർഗവും വിമർശനത്തിൽ നിന്നല്ല ഏത് കാര്യത്തിലും വളരെ പ്രധാനമാണ്. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വിമർശനം അതിര് കടക്കുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസികൾക്ക് അത് കേൾക്കുന്നതിൻ്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. ഇപ്പം ഇന്ന് രാവിലെ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട്, ഞാൻ ഉറങ്ങുകയാണ്, ഉറക്കത്തുനിന്ന് റിങ് വരുന്നു, എടുക്കുന്നു. അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശബ്ദം ഒന്ന് ശരിയായി വരാൻ ഒരു അരമണിക്കൂറെങ്കിലും സമയമെടുക്കും. അതിനിടയിലാണ് വിളി. അപ്പോൾ വിളിച്ചിട്ട് ചീത്തയാണ്,
ചീത്ത മീൻസ് തെറിയല്ല, ഇന്നലെ കേട്ട തെറിയല്ല, ചെറിയ അദ്ദേഹത്തിന് വിഷമം. എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? നീ ആരാണിത് പറയാൻ? അതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് മറുപടിയൊന്നുമില്ല. അപ്പോൾ പ്രവാചകൻ തെറ്റ് ചെയ്തു എന്ന് എന്താണ് നമ്മൾ തെളിവ് തരാം? അദ്ദേഹത്തിന് തെളിവൊന്നും കേൾക്കണ്ട. അപ്പോൾ ഇത് വൈകാരികതയാണ്. ഇതേ വൈകാരികതയിൽ ഇതിനേക്കാൾ ഭീകരമായിട്ട് സ്വതന്ത്ര ചിന്തകനായി നിന്നുകൊണ്ട് ഇസ്ലാം മത വിമർശനം നടത്തുന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് മാനുഷിക പക്ഷത്ത് നിന്ന് സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ സംഘപരിവാർ പൂരത്തെറി എൻ്റെ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ തെറി എഴുതുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എത്തീസ്റ്റുകൾ തന്തക്കുളിച്ചിട്ടുണ്ട്. എലുമേലൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരുടെ, കേൾക്കുന്നവൻ്റെ കൂടെ മാനസികാവസ്ഥക്ക് അനുസരിച്ചിട്ടാണ് ഇത് അതിര് കടന്നോ ഇല്ലേ എന്നൊക്കെ അവരവർക്കാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഭയങ്കര ആവേശം വരികയും സംഘപരിവാറിനെ വിമർശിക്കുമ്പോൾ അസ്വസ്ഥത തോന്നുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഹമ്മദിനെ വിമർശിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയും പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ കലി തുള്ളുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആളുടെ ജനാധിപത്യ ബോധത്തിന് എന്തോ പ്രശ്നമുണ്ട്, അവർ ഈ വിമർശനം കേൾക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും വേറെ എന്തോ ഉദ്ദേശത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതേസമയത്ത് വിമർശകർ ഒരു പൊതു പബ്ലിക് മൊറാലിറ്റി, സഭ്യത, മറ്റ് കേൾക്കുന്ന നമ്മൾ ആരെയാണോ വിമർശിക്കുന്നത്, ഇപ്പം നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് കേൾക്കാൻ കഴിയണം. ഇസ്ലാം മത വിശ്വാസിക്ക് കേൾക്കാൻ കഴിയാത്ത ഭാഷയും ശൈലിയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാം വിമർശനം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. എന്നെ വിമർശിക്കുന്നവൻ, എൻ്റെ മകനോട് എന്നെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നവൻ എന്നെക്കുറിച്ച് പുളിച്ച തെറി മാത്രം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മകനെ അടുത്ത് എൻ്റെ വിമർശനം പറയാൻ പോകുന്നതെങ്കിൽ അവൻ കേൾക്കില്ല. അവനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പിതാവാണ് ഞാൻ. ആ പിതാവിനെ അവൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇത് വസ്തുതാപരമായിട്ട് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ മാത്രമേ വിമർശനം കേൾക്കുകയുള്ളൂ. മുസ്ലിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ഇസ്ലാം വിമർശനം മുസ്ലിങ്ങളോടുള്ള വെറുപ്പുൽപാദനമല്ലാതെ ഒന്നും സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായം ഉണ്ടാവും. ഞാൻ പറയുന്നത്, ഞാൻ ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കും, ഇനിയും വിമർശിക്കും. അതിന് ഒരു സംഘപരിവാറിൻ്റെയോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെയോ ഒത്താശയോടുകൂടിയോ അവരോട് പക്ഷം ചേർന്നുകൊണ്ടോ ചെയ്യില്ല. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. സംഘപരിവാറിൻ്റെ പ്രതിനിധികൾ ഇസ്ലാം വിമർശകരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നഗ്നമായ സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. പക്ഷെ അതിൽ നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇസ്ലാം വിമർശനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടാവും. അത്രയേ ഉള്ളൂ. അത് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ ബഹിഷ്കരണം നേരിടുന്ന ഒരു യുക്തിവാദിയാണ് ഞാൻ. ഇസ്ലാം മത വിമർശകൻ എന്ന രീതിയിൽ പൊതുപരിപാടികളിൽ ബഹിഷ്കരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഈ ആശയവ്യക്തത, കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കൽ, അത് സംഘടനകളുമായിട്ടോ വ്യക്തികളുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഗോത്രീയത വിട്ടുള്ള ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ പക്ഷത്തോട്, എൻ്റെ മനസ്സാക്ഷിയോട് മാത്രം നീതി പുലർത്തണം എന്ന് വിചാരിക്കുന്ന ആളാണ്. സത്യമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും. അതിപ്പിനി ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിച്ചിട്ട് ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തുന്നു, അപ്പോൾ എന്നെക്കാളും പേടിച്ചിട്ട് എന്നോട് വിളിച്ചിട്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് സ്നേഹം കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു ഭയം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇത് പണിക്ക് നിർത്തൂലല്ലോ. ഇസ്ലാമിൻ്റെ ഈ തീവ്രവാദത്തെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെ വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ വൈകാരിക പ്രകടനത്തെയും ഇവരുടെ വധഭീഷണിയെയും മുർത്തദിനെ കൊല്ലണമെന്ന ഇസ്ലാമിക നിയമത്തെയും വകവെക്കാത്ത ഒരാളാണ് ഞാൻ എന്ന നിലക്ക് എനിക്ക് സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിലുള്ള എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ കൂടി പറയാനുള്ള തൻ്റെ ഇടമുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഇസ്ലാം വിമർശനം അതിരുകടന്ന വിമർശനമുണ്ട്. അത് മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വെറുപ്പ് പടർത്താൻ വേണ്ടി പണിയെടുക്കുന്ന തരത്തിലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാവുന്ന മതവിമർശനം നടക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിനകത്ത് പരിഷ്കരണം നടക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മതവിശ്വാസിയായിക്കൊണ്ട് തന്നെ മതവിമർശനം നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം വിമർശകൻ്റെ ഉദ്ദേശം, ലക്ഷ്യം, അതിൽ അയാൾ സ്വീകരിക്കുന്ന മാർഗം ഇത് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെ കൗതുകകരമായൊരു തലക്കെട്ടാണ് ഇവിടെ കൊടുത്തിരുന്നത്, ഇസ്ലാം വിമർശനം അതിര് കടക്കുന്നു എന്നുള്ളത്. അതൊരു ലിബറലുകളെ സംബന്ധിച്ചും യുക്തിവാദികളെ സംബന്ധിച്ചും അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അതിൽ അവരുടെ സത്യസന്ധതയാണ് അതിൽ എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം
അതിന് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു ഇന്നത്തെ കാലത്ത് ഇസ്ലാം വിമർശനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളതും റേഞ്ച് കിട്ടുന്നതും ആയ ഒരു സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവരുടെ ആ പ്രത്യയശാസ്ത്രത്തിലും അവരുടെ ആദർശങ്ങളിലും നിലപാടുകളിലും ഒക്കെ ഉള്ള രീതികൾ കൊണ്ടാണ് അത് കൂടുതൽ വിമർശന വിധേയമാകുന്നത്. ഇസ്ലാം വിമർശനത്തിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളവരെ ആക്രമിക്കുകയും ആക്രോശിച്ചുകൊണ്ടും അല്ലെ അശ്ലീലങ്ങൾ പറഞ്ഞ് അവരുടെ പ്രവാചകനെയോ അല്ലെ ഗ്രന്ഥത്തെയോ വിമർശിക്കുമ്പോൾ അത് എത്രത്തോളം അവരത് ഉൾക്കൊള്ളുവെന്നോ അതിൻ്റെ വിമർശനാത്മകമായിട്ട് അതിനെ കാണാൻ അവർക്ക് പറ്റുമോ എന്നുള്ളത് ഒരു പരിധിവരെ വളരെ കുറവായിരിക്കും. അവർക്ക് ആ രീതിയിൽ അത് എങ്ങനെയാണ് ശരിക്കും ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരേണ്ടതെന്നുള്ളത് അവർ അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇന്നത്തെ രീതിയിലെ ഇസ്ലാം വിമർശനം കുറച്ച് പേരെങ്കിലും കൊണ്ടുപോകുന്നത്. അതിൽ സംഘപരിവാറിൻ്റെതും ക്രിസ്ത്യാനിറ്റിയുടെയും വിട്ടുകളയണം. കാരണം അവരുടെ നിലപാട് ഒരിക്കലും ആ രീതിയിൽ തന്നെ ഉള്ളൂ. ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ, ആ രീതിയിലൊക്കെ അവർക്ക് വിമർശിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഉള്ള നമ്മുടെ ലിബറലുകളും യുക്തിവാദികളും ഈ സ്വാതന്ത്ര്യത്തിന് അവകാശപ്പെടുന്നവരുമൊക്കെ എല്ലാ മതങ്ങളിലുമുള്ള അല്ലെങ്കിൽ ഒരു നവീകരണത്തിന്, മനുഷ്യനെ ഒരു ശുദ്ധീകരണത്തിന്, അവൻ്റെ മതപരത കുറയ്ക്കുവാനാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിൽ ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലും അവർ വിമർശന വിധേയമാക്കുന്ന ഒരു കാര്യം ഇസ്ലാം വിമർശനം ആണെന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ ഈ രംഗത്ത് ശരിക്കും ഒരു വിമർശകയായിട്ടൊന്നും വെളിയിലേക്ക് വന്ന ഒരാളല്ല. ഞാൻ ഫേസ്ബുക്കിലും എന്തെങ്കിലും എഴുതും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വേദികൾ മാത്രമാണ് ഞാനത് അതിനെ വിമർശനത്തിനെങ്കിൽ വിമർശനമെന്ന് പറയാവുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. അതെനിക്ക് വന്ന ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഞാൻ നിരീക്ഷിച്ച എൻ്റെ ചുറ്റുപാടുകളിലും എല്ലാത്തിലും നോക്കുമ്പോൾ എല്ലാ മതവിഭാഗക്കാരുടെ ഇടയിലും ഇത് മതപരത കൂടി വരുന്ന ഒരു അവസ്ഥ, എക്സ്ട്രീമായിട്ട് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മളെ ഏറ്റവും അധികം ഖേദപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്നലെ ഒരു നിസ്സാര ഉദാഹരണമെന്ന് പറയാനാണെങ്കിൽ, ഞങ്ങളുടെ വീട്ടിൽ മത്സ്യം കൊണ്ടുവരുന്ന ആളെ കണ്ടില്ല. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കിന്ന് വരാൻ പറ്റുകയില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേര് വീട്ടുകാർ വിളിച്ച് പറഞ്ഞു, ഇന്ന് 1-ാം തീയതി ചിങ്ങം 1 നീ വന്ന് എന്നെ കണി കണ്ടാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് നീ വരണ്ട എന്നാണ് പറഞ്ഞത്. ഹിന്ദുക്കളാണ്. അപ്പം എല്ലായിടത്തും എത്രത്തോളം അതിൻ്റെ ആ എക്സ്ട്രീം ലെവലിൽ എത്തി നിൽക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വിമർശനത്തിന് ഉള്ള അനേകം കാര്യങ്ങൾ ആ ഗ്രന്ഥത്തിലും അതിൻ്റെ ആദർശത്തിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വിമർശന വിധേയമാക്കപ്പെടും. അതിൽ വിശ്വാസികൾ അസ്വസ്ഥരാകുകയോ ലിയാഖത്ത് അലിയെ പോലൊക്കെ മാന്യമായിട്ട് വിമർശിക്കുന്നവരെ, ഏറ്റവും ക്വാളിറ്റിയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ പോലും വിശ്വാസികൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നുള്ളത് നമ്മൾ അവരുടെ ദിനേന കണ്ടുവരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മറ്റുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള ലക്ഷ്യങ്ങളോടുകൂടി തൽപര കക്ഷികൾ ചില ലക്ഷ്യങ്ങളോടുകൂടി സാമൂഹ്യപരമായി സാമ്പത്തികപരമായിട്ടും അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ അതിലങ്ങ് വല്ലാതെ ഒരു ഹർഷപുളകിതരായിട്ടോ അല്ലെങ്കിൽ ഇത്രത്തോളം പിന്തുണ നമുക്കുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടിലോ വല്ലാത്ത രീതിയിലാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. ആ രീതിയിൽ പോകുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ഭൂരിപക്ഷവും അത് കാണാൻ താല്പര്യപ്പെടുകയില്ല. എന്താണ് നമ്മൾ ഇവരെ ബോധവൽക്കരിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിൽ നിന്ന്, ആ ലക്ഷ്യത്തിൽ നിന്ന് അത് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവരോട് അവർക്ക് അവർ സ്വയം ആത്മവിശകലനത്തിന് തയ്യാറാകുന്ന രീതിയിലായിരിക്കണം നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലാതെ ഇപ്പം ഞാൻ തന്നെ ചിലർക്ക് സജസ്റ്റ് ചെയ്യും, പറയോ അയാളുടെ ഒന്നും കേൾക്കാൻ കൊള്ളുകയില്ല, അവരൊക്കെ പറയുന്നത് തെറിയാണ്, ചീത്തയാണ്, മോശമായിട്ടാണ് പറയുന്നത്. അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവരുടെ പ്രവാചകനെ പറ്റി, അതായത് തൻ്റെ മാതാപിതാക്കളെക്കാട്ടിലും ഒക്കെ അവനവനേക്കാളും കൂടുതൽ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമുദായം അവരുടെ പ്രവാചകൻ്റെ തംബ്നെയിലിടുന്നത് ഏറ്റവും മോശമാക്കിക്കൊണ്ട്, ഏറ്റവും വൾഗറായിട്ട് അശ്ലീലമായിട്ടിടുമ്പോൾ അവരത് അങ്ങോട്ട് നോക്കുക പോലും, കേട്ടാൽ പോലും പാപം അവരിൽ അല്ല നരകശിക്ഷ അവർക്ക് ഉണ്ടാകുമെന്നുള്ളൊരു ഭയം അവരെ ഗ്രസിക്കും. അതുകൊണ്ട് ആ ലെവലിലുള്ളത് നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണോ ഈ വിമർശനങ്ങൾ നടത്തുന്നത്, അവരെ മാനവികതയിലേക്ക് കൊണ്ടുവരാനോ അല്ല സ്വയം ഒന്ന് അപഗ്രഥിക്കാനോ ഉള്ള ആ അവസരത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ ലെവലിലുള്ള വിമർശനമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാം വിമർശനം അതിൽ കടക്കുന്നുണ്ട്. അത് ഞാനീ പറഞ്ഞ സംഘ പരിവാറിൻ്റെയോ ക്രിസ്ത്യാനിറ്റിയുടെയോ അല്ല, മറ്റുള്ള സാധാരണ
വിമർശന വിധേയമാക്കുന്ന നമ്മൾ സ്വതന്ത്രരെ പോലുള്ളവരും ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നവരും എല്ലാം അതിൻ്റെ ലെവൽ പരിധി വിടുന്നുണ്ട്. സാധാരണ കണ്ടിരിക്കുന്നവർക്ക് പോലും അത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി അങ്ങേറ്റം. പക്ഷേ അവർക്കൊക്കെ വ്യൂവേഴ്സോ ആ ലെവലിലേക്കുള്ള ആൾ ഉയരുന്നുണ്ട്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ ലെവലിലേക്ക് ആ കാര്യങ്ങൾ ഉയരുന്നത് കൊണ്ട് അവർ വീണ്ടും അതിലേക്ക് പ്രോത്സാഹനമാകുകയാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ. അപ്പം നമ്മളൊരു സമൂഹത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പം ഒരു വീടിൻ്റെ വൃത്തിയാക്കുമ്പോൾ ഒരു മൂല മാത്രം നമ്മൾ അടിച്ചു വാരിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാ മാലിന്യങ്ങളെ തുടച്ച് നീക്കാനായിട്ട് സതുദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം നമ്മൾ ആ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഉള്ളത് നമ്മളുടെ ചുറ്റുപാട് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിസ്സാരം. ഇപ്പോൾ ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തു, ഒരു പള്ളിയിലച്ഛൻ. പക്ഷേ അത് മുസ്ലിങ്ങളുടെ ഒരു പെൺകുട്ടി ഒരു തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഇതുപോലെ മദ്രസയിൽ ആത്മഹത്യ. അപ്പോൾ അത് വലിയൊരു കോളുകളൊക്കെ സൃഷ്ടിക്കുകയും നമ്മളുടെ പ്രൊഫൈൽ DP ഒക്കെ തന്നെ ആ കുട്ടിയുടെ അങ്ങനെ എന്ത് ചെറിയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഇസ്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടേതിനേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നല്ല രീതിയല്ല ആ രീതിയിലുള്ള വിമർശനം എന്നുള്ളത്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അവരെ അകന്നു പോവുകയാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പലരോടും സജസ്റ്റ് ചെയ്യും, നിങ്ങളൊന്ന് കേൾക്ക്. അവരുടെ ഇപ്പം ലിയാഖത്ത് പോലും ഒന്ന് കേൾക്കാനായിട്ട് അവർ ലിങ്ക് അയച്ചു കൊടുത്താൽ അവർ താല്പര്യപ്പെടുന്നു. കാരണം ആരിഫ് ഹുസൈൻ അങ്ങനെയുള്ള ജാമിദായൊക്കെ പോലുള്ളവരുടെ വിമർശനം കാണുന്നതോടുകൂടി അവർക്ക് മനസ്സ് മടുത്തു പോവുകയാണ്. ഈ രീതിയിലുള്ള വിമർശനം കേൾക്കണമെന്ന് താല്പര്യമില്ല. അതിൻ്റെ വസ്തുതയിൽ നിന്ന് വളരെ അകലെ മാറിക്കൊണ്ട് അവർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ അല്ല അവർക്ക് പിന്തുണ കൊടുക്കുന്ന വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിനോ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള വിമർശനത്തെ ഞങ്ങൾ എടുക്കത്തില്ല. പിന്നെ മിതമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ സ്വയം അതിനെക്കുറിച്ചൊന്ന് ശരിയാണെന്ന് തോന്നുന്ന ലെവലിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഉള്ളിൽ തന്നെ ഒരു നവോത്ഥാനം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത്രയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. അതായത് സ്വതന്ത്രചിന്താ മണ്ഡലത്തിലെ ഇസ്ലാം വിമർശനത്തിന് വ്യൂസ് കൂടുതൽ ഉണ്ടാകുന്നത് യാഥാർത്ഥ്യമാണ്. എൻ്റെ നിരീക്ഷണം ഞാൻ പറയാം. ആദ്യം അതായത് ജാമിദയുടെ വീഡിയോ ആണ് ആദ്യം ഈ സ്വതന്ത്രലിംഗ പറഞ്ഞത്. അതായത് ഞാനെങ്ങനെ യുക്തിവാദിയായി എന്നാണ് പ്രഭാഷണത്തിൻ്റെ പേര്. അത് ഞങ്ങൾ സംഘടിപ്പിച്ചായിരുന്നു ട്രിവാൻഡ്രത്ത്. അത് സ്വതന്ത്രചിന്തയിൽ ആദ്യം വരുന്നു, ഭയങ്കര വ്യൂസ് വരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ വ്യൂസ് വരുന്നു. ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ജസ്ലാം അടശ്ശേരിയുടെ ഒരു പ്രഭാഷണം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു, മതം വിട്ട പെണ്ണ് എന്നാണ്. അതിനെയും കവിച്ച് വെച്ച് ആ യൂട്യൂബ് ചാനലിൽ വ്യൂസ് വന്നു. ഇത് നിരീക്ഷിച്ച് രവീന്ദ്രൻ C അദ്ദേഹം എത്രത്തോളം അന്ന് ഇതിന് ശേഷം പുള്ളിയുടെ ഒരു പരമ്പര, ഇസ്ലാം വിമർശന പരമ്പര വരുന്നുണ്ട്. വ്യൂസാണ് ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രവീന്ദ്രൻ സിയുടെ ഈ ഇസ്ലാമിക വിമർശനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. ഈ വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള പരാമർശത്തിലേക്ക് പോകുന്നതിനോട് ഞാൻ പ്രത്യേകിച്ച് താല്പര്യപ്പെടുന്നില്ല. ഞാൻ പൊതുവിൽ ഈ വിഷയങ്ങളൊക്കെ എൻ്റെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്യം എന്താണ് എന്നത് വളരെ പ്രധാനമാണ്. അതിലെല്ലാം പെട്ടു. ഇപ്പോൾ ഇസ്ലാം വിമർശനം ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യവും അതിന് നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകവും എന്താണോ അത് പ്രധാനമാണ്. എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനലിൽ വിമർശനം നടത്തുന്ന ആളുകൾ വന്നിട്ട് നിങ്ങൾ ഇന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യൂ, അവർക്ക് ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സായി, അവർക്ക് ഇത്രയും വ്യൂസ് ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇസ്ലാം മത വിമർശനം നടത്തുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇത് എങ്ങനെ ഇസ്ലാം വിടുന്നു എന്നുള്ളതും കൂടി പ്രധാനമാണ് കേട്ടോ. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ വിമർശനത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാരണം കൂടി വളരെ പ്രധാനമാണ്. ഇതിൻ്റെ ഒരു മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് കച്ചവടത്തിന് ഇറങ്ങുന്ന ഇപ്പോൾ MM അക്ബർ ദഅ്വാ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് അതിൻ്റെ കച്ചവട സാധ്യത മനസ്സിലാക്കിയിട്ടാണ്. അതേപോലെ വിമർശന രംഗത്ത് ഇസ്ലാം വിമർശനം നല്ലൊരു പ്രൊഡക്റ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രൊഡക്റ്റ് എടുത്ത് വിമർശിക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല. നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, നല്ല രീതിയിൽ നിങ്ങൾ അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണം, ആളുകളത് വാങ്ങണം, ലാഭം കിട്ടണം. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഫുഡ് പ്രോഡക്ട്സ്, പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സിലും കുട്ടികളുടെ അടുത്തുകൂടി പോകാൻ പറ്റാത്ത തരം ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പരസ്യം കണ്ടാലോ അതങ്ങോട്ട് കൊടുത്താൽ കുട്ടികൾ അങ്ങനെ മികച്ച കുട്ടികളായി വളരും എന്ന രീതിയിലാണ്. അപ്പം ഈ ചിന്ത ഇതുകൊണ്ട് ഇതെല്ലാം ചുരുക്കി 2 വാക്കിൽ ഒതുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങളുടെ ലക്ഷ്യവും മാർഗവും അത് പ്രധാനമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മതവിമർശനം ഇപ്പം വ്യൂ കൂടുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഇത് കുറച്ച് ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയായിരുന്നു. ഇപ്പം സഞ്ചാരം എന്ന് പറയുന്ന TV പരമ്പര അത്രമേൽ ഹിറ്റായത് ആ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും കാണാത്ത രാജ്യങ്ങളിലെ കാണാത്ത കഥകൾ, പുതിയ അറിവുകൾ അവിടെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. ഇപ്പോഴും സഞ്ചാരത്തിന് നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ അത് ആളുകളുടെ മുമ്പിൽ ഇവിടെ ഇസ്ലാം വിമർശനം എന്ന് പറയുന്നത് അത് ഒരു ബാലികറ മലയായിരുന്നു. ആർക്കും അത് നടത്താൻ പാടില്ലായിരുന്നു. നടത്തുന്നവർക്ക് അകത്ത് നിന്ന് പരിഷ്കരണം നടത്തണം എന്ന് വിചാരിച്ചവർക്ക് പോലും ജീവഹാനി സംഭവിച്ച നാട്ടിൽ പിന്നെ അതിനനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വിമർശനം ആദ്യമായിട്ട് കേൾക്കുന്ന വിശ്വാസികൾക്ക് എക്സൈറ്റ്മെൻറ്റാണ്. അതേപോലെ തന്നെ വിമർശിക്കണമെന്ന് ആഗ്രഹിച്ച് മനസ്സിൽ ഇതൊക്കെ ആശയം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ടുള്ള അവിശ്വാസികൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇസ്ലാം വിമർശനത്തിന് വ്യൂവേഴ്സ് ഉണ്ടാവും, അത് കൂടുതലാണ്. അപ്പോൾ ആ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ പിന്നെ തീരുമാനിച്ചാൽ മതത്തെ വിമർശിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ വിമർശനം തുടങ്ങുന്നതും ഇതിനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഈ തമ്പനയിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ കമൻറ്റ് ബോക്സിൽ ആൾ കൂടുന്നുണ്ട്, യൂട്യൂബിൻ്റെ ആൽഗോരിതം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് നിങ്ങളുടെ ഈ മതവിമർശനത്തിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം, അതിന് നിങ്ങൾ എന്താ പറയുക പരിഗണിക്കുന്ന മാനദണ്ഡമെങ്കിൽ ആ വിമർശനം വെറുതെ ആയിപ്പോവും. അത്രയാണ്. അതിൽ വ്യക്തികൾ എന്നുള്ളത് പ്രധാനമല്ല. അപ്പോൾ പല വ്യക്തികളുടെ പേര് പറഞ്ഞു, ഞാൻ വ്യക്തികളുടെ ഒന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തികളുടെ പേര് പറയേണ്ട സമയത്ത് അത് പറഞ്ഞ് എൻ്റെ നിലപാട് വളരെ കണിശമായിട്ട് ഞാൻ പൊതുസമൂഹത്ത് പറഞ്ഞിട്ടുണ്ട്. പേര് പറയപ്പെട്ട വ്യക്തികളോടൊക്കെയുള്ള ഇപ്പോൾ ജാമിദ, പിന്നെ നമ്മുടെ ആരിഫ് ഹുസൈൻ, സി രവിചന്ദ്രൻ, ഈ 3 പേരോടുള്ള എൻ്റെ വിമർശനം അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെയുള്ള എൻ്റെ വ്യക്തിപരമായ നിലപാട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആ വിമർശനം പറയുന്നത് അസഹിഷ്ണുത പ്രകടിപ്പിച്ച ആൾക്കാർ സ്വതന്ത്ര ഇന്ത്യയിലുണ്ട്. പ്രവാചകനെ ചീത്ത വിളിക്കുമ്പോൾ തെറി വിളിക്കുന്നത് പോലെ രവീന്ദ്രനെ വിമർശിച്ചതിൻ്റെ പേരിൽ, ആരിഫിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ നിങ്ങളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം നിരവധി കമൻറ്റുകൾ വരും. ഞാനൊരു പക്കാ ജിഹാദിയാണ്, ലിയാക്കത്ത് തക്കിയാണ് എന്ന് പറയുന്ന കമൻറ്റുകൾ നിരന്തരം വായിക്കുന്ന ആളാണ് ഞാൻ. അതൊക്കെ എഴുതുന്നവരാരാണ്? സോ കോൾഡ് സ്വതന്ത്ര ചിന്തകരുടെ വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകരാണ്. മനസ്സിലായി? ജനാധിപത്യം മതനിരപേക്ഷക്ക് ഇങ്ങോട്ട് പൂത്തുലയാൻ വേണ്ടി വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്ന സംഘാടനത്തിൽ പ്രാമുഖ്യം വഹിക്കുന്ന ആൾക്കാരെ എഴുതും. പിന്നെ നേരത്തെ നൂറ് പറഞ്ഞതുപോലെ സംഘപരിവാർ പറയുന്നതും കൃസംഗികൾ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന ആൾക്കാർ പറയുന്നത് നമ്മൾ അവഗണിക്കും. പക്ഷെ സ്വതന്ത്ര ചിന്തകരുടെ ഈ നിലപാടുകൾ കൂടി വിമർശിക്കപ്പെടേണ്ടതാണ്. മതവിമർശനം കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് ഹാലിളകുന്നത് എന്താണെന്ന് നമുക്കറിയാം. അതിന് കാരണമുണ്ട്. അതേസമയത്ത് സ്വതന്ത്ര ചിന്തകനെ സംബന്ധിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവർ ഞാൻ മാത്രം വിമർശിക്കാൻ പാടില്ല, ഞങ്ങൾ ബാക്കിയൊക്കെ വിമർശിച്ചോളൂ എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തികളിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ യഥാർത്ഥ ഈ വിമർശനത്തിൻ്റെ ഒരു പ്രശ്നം, അതായത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നു എന്ന രീതിയിലോ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടോ ശരിയായ പഠനം നടക്കാതെയോ ഉള്ള വിമർശനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാസ്തവത്തിൽ യഥാർത്ഥ വിമർശനം വിശ്വാസികളിലേക്ക് എത്തുന്നതിന് തടസ്സമാവും. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇസ്ലാം മത വിമർശനം സൂറത്തു തൗബ, ഞാൻ നല്ല ഉദാഹരണം പറയാം, എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഇസ്ലാമിക ഗ്രന്ഥമായിട്ടുള്ള ഖുർആനിൽ മുശ്രിക്കുകളായിട്ടുള്ള അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയണം എന്നൊരു വചനമുണ്ട് എന്ന് വിമർശിക്കാത്ത ഏതെങ്കിലും ഇസ്ലാം വിമർശകനുണ്ടോ? ആ വിമർശനം ഉപയോഗിക്കുന്നത് 2 ഉദ്ദേശത്തിലാണ്. ഒന്ന്, മുസ്ലിങ്ങളുടെ വായടപ്പിക്കുക. 2, മറ്റു ചില ആളുകൾ അത് ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടേണ്ടവരാണ് എന്ന പൊളിറ്റിക്കൽ ലക്ഷ്യത്തോടു കൂടി, മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ പാടില്ല എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചിട്ട് അത് ഉപയോഗിക്കുന്നവരുണ്ട്. RV ബാബു ഈ വിഷയം ABC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നടക്കുന്ന ഒരു ചർച്ചയിൽ, അത് കാണാത്ത ആരും കേരളത്തിൽ ഇസ്ലാം വിമർശനം കാണുന്നുണ്ടാവില്ല. അവിടെ അലിയാർ കാസിമി എന്ന് പറയുന്ന ഇസ്ലാമിക പക്ഷത്തുള്ള നേതാവ് അവിടെ നിന്ന് ഊരിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ RV ബാബു പറഞ്ഞത്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് പേടിയുണ്ട്. അത് RV ബാബുവിൻ്റെ പേടിയാണോ? RV ബാബു ചുറ്റിലുമുള്ള മുസ്ലിങ്ങൾ നാളെ പുറത്തിറങ്ങിയാൽ എന്നെ വെട്ടിക്കൊല്ലും എന്ന പേടി കൊണ്ട്, ആത്മാർത്ഥമായ പേടി കൊണ്ട് പറയുന്നതാണോ?
ആർ വി ബാബു ഇക്കാലം അത്രയും മുസ്ലിങ്ങളുമായി ഇടപഴകി ജീവിച്ച ആളാണ്. ആർ വി ബാബുവിനെ അറിയാം മുസ്ലിങ്ങളും ഇസ്ലാമും രണ്ടാണെന്ന്. പക്ഷേ എനിക്ക് പേടിയുണ്ട്, എന്നെ കൊല്ലപ്പെടുമോ എന്ന് ചോദിക്കുന്നത് ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ആർക്കെതിരെ? മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി ചോദിക്കുന്ന. അവിടെ അലിയാർ കാസിമിക്ക് പുഷ്പം പോലെ രക്ഷപ്പെട്ടു പോവാം. അവിടെ ഖുർആനിൻ്റെ യഥാർത്ഥ വിമർശനം ഈ ആയത്തിനെ വിമർശിക്കേണ്ടതിൻ്റെ സാങ്കത്യത്തിലേക്ക് കടക്കാതെ അലിയാർ കാസിമിക്ക് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 ഖുർആൻ വചനം ഓതിയിട്ട് സുഖസുന്ദരമായിട്ട് ഇറങ്ങിപ്പോവാം. നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ മാത്രം ആക്രമിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറക്കി വിട്ടവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. അപ്പോഴോ അത് ഓതിയിട്ടല്ലേ അന്ന് അവിടുന്ന് പോയത്? ഇവിടെ എല്ലാ വിമർശകരും പറയുന്നില്ലേ? ഞാൻ അതിനെ വിമർശിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സൂറത്തു തൗബ യുദ്ധസന്ദർഭം അല്ലാണ്ടായിട്ടുണ്ട്. ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അങ്ങേയറ്റം സഹിഷ്ണുതയാണ്, മതസ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ്, ജനാധിപത്യമാണ് എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമായ ഇസ്ലാമിക് പൊളിറ്റിക്സിൻ്റെ ഒരു ഫാസിസ്റ്റ് സമീപനത്തിൻ്റെ തെളിവായിട്ടുള്ള ഒരു ചരിത്ര പശ്ചാത്തലമാണ് സൂറത്തു തൗബ. മക്ക എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രദേശത്തെ കഅബ എന്ന് പറയുന്ന അവർ ടാർഗറ്റ് ചെയ്ത ഒരു ദേവാലയത്തെ പിടിച്ചടക്കുകയും ആ പ്രദേശത്തു നിന്ന് അമുസ്ലിങ്ങളെ മാറ്റുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ആ ചരിത്ര പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ് എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പോലും അതിൽ വിമർശനത്തിന് വലിയ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതേസമയത്ത് നിങ്ങൾ അയലോക്കത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കളെ കണ്ട കൊല്ലും, അതാണ് ഈ ഖുർആൻ പറയുന്നത്. ഇവരിപ്പോൾ നിങ്ങളെ കൊല്ലാത്തത് ഇന്ത്യയിൽ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്, തഖിയ കാണിക്കുകയാണ് എന്ന് പറയുന്നതിനോളം മനുഷ്യത്വ വിരുദ്ധമായ സമീപനം വേറെ എന്താണുള്ളത്? അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ സൂറത്തു തൗബയുടെ പശ്ചാത്തലം വിശദീകരിച്ചു. അപ്പോൾ ഇത്ര കാലം അവർ പറഞ്ഞ യുദ്ധസന്ദർഭം യുദ്ധക്കളൊക്കെ പോയി. അപ്പോൾ യുദ്ധസന്ദർഭം ഇല്ല. അപ്പം ഇവിടെ ഒരാൾ പറഞ്ഞത് അത് യുദ്ധസന്ദർഭമല്ല, അതെന്തോ ഒരു കരാർ ലംഘനമാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏത് കരാറെന്ന്. അവിടെ ഒരു കരാർ ലംഘനവും ഇല്ല. ഇത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്ന ഒരു ഫാസിസ്റ്റ് സമീപനത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഇത് പറഞ്ഞാൽ മതി. അത് പറയുന്നതിന് പകരം മുസ്ലിങ്ങളൊക്കെ നിങ്ങൾ പേടിക്കണം എന്ന് രാഷ്ട്രീയമായ ഒരു ചിത്രമുണ്ടാക്കുന്നത് രാജ്യത്തിൻ്റെ, ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമല്ല, അത് രാജ്യത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിനെ ശരിയായ രീതിയിൽ തകർക്കാൻ പര്യാപ്തമാണ്. വിമർശനങ്ങൾ സത്യസന്ധമാകേണ്ടതും മുസ്ലിങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എതിർക്കുമ്പോൾ അവർക്ക് ഖുർആൻ വെച്ചിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും. ലക്കും ദീനുക്കും വലിയ ദീൻ ഖുർആനിലില്ലേ? ഉണ്ട്. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവരാരും അള്ളാഹുവിൽ ഭയപ്പെടേണ്ടതില്ല എന്ന് ഖുർആനിലില്ലേ? അവർ ക്രിസ്ത്യാനിയോ ജൂതനോ പിന്നെ അഗ്നി ആരാധകരോ ആരും ആയാലും അവർക്കൊന്നും പേടിക്കാനില്ല എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പശ്ചാത്തലവും സന്ദർഭവും പറഞ്ഞ് സത്യസന്ധമായി വിമർശിക്കുമ്പോൾ വിമർശനം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടാൻ അവർ നിർബന്ധിതരാകും എന്നൊരു ഗുണമുണ്ട്. ശരികേടായിട്ട് നമ്മൾ ഒരു വേറെ ഉദ്ദേശത്തിൽ വിമർശിക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള പഴുതുകൾ അതിന് ധാരാളം ഉണ്ടാവും എന്നുള്ളതാണ് ഈ സൂറത്തു തൗബ ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നാണ്. ഒരു ഇസ്ലാം മത വിമർശകനും സൂറത്തു തൗബ അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത പ്രബോധകനും സൂറത്തു തൗബ വിമർശിക്കുമ്പോൾ ഇനി അത് യുദ്ധസന്ദർഭമാണെന്ന് കേരളത്തിൽ പറയില്ല. അപ്പോൾ യുദ്ധസന്ദർഭം അല്ലെങ്കിൽ പിന്നെന്ത്? അത് വിശ്വാസികൾ പരിശോധിക്കുന്നേ. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് അവർ ഇത്ര കാലം ധരിച്ചു വച്ചിരുന്നത് ശരിയല്ല എന്ന് അവർക്ക് മനസ്സിലാകും. ഇസ്ലാമിക് പൊളിറ്റിക്സിൻ്റെ ഐഡിയോളജിയുടെ പ്രശ്നം അവർക്ക് മനസ്സിലാകും. അവർ ഈ പറയുന്ന സഹിഷ്ണുതയും മതസ്വാതന്ത്ര്യമൊന്നും ഇതിനകത്ത് ഇല്ല എന്നവർക്ക് മനസ്സിലാവും. അത് അവർക്ക് മനസ്സിലാവണം. ആർക്ക് മനസ്സിലാവണം? മുസ്ലിങ്ങൾക്ക് മനസ്സിലാവണം. സംഘ് പരിവാറുകാർക്കും ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ട് കാര്യമില്ല. ഹിന്ദുക്കൾക്ക് ഇത് കൊടുക്കുമ്പോൾ, ക്രിസ്ത്യാനികൾക്ക് ഇത് കൊടുക്കുമ്പോൾ എന്താ ഗുണം? മുസ്ലിങ്ങളെ ഇവർ ഭയപ്പെടും. ഇവർ മുസ്ലിങ്ങളെ വെറുക്കാൻ തുടങ്ങും, സംശയത്തോടെ കാണാൻ തുടങ്ങും. സ്വതന്ത്ര ചിന്തകരുടെ ഭാഗത്തു നിന്ന് പട്ടാളത്തിൽ ചേരാൻ പാടില്ല എന്ന് പള്ളി ദർസിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഞാനതിനെ പ്രതിരോധിച്ചപ്പോൾ എന്നെ സുഡാപ്പിയാക്കിയവരാണ് എല്ലാവരും. അതിന് രാഷ്ട്രീയമായിട്ടുള്ള കാരണമുണ്ട്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്നതിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഉണ്ട്. ആ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരിൽ ഒരു വിഭാഗത്തിനോട് ഒരു വിഭാഗം പാകിസ്ഥാൻ ആക്രമിക്കാൻ വന്നാൽ ഇവനും കൂടി അവരുടെ കൂടെ കൂടി എന്നെ വെടിവെക്കും എന്നൊരു മനോഭാവം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു തെറ്റായ പ്രചാരണം നടത്തുന്നത് എന്ത് തരം മതവിമർശനമാണ്? അതിന് തെളിവ് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കലഹം മാനവിക വിരുദ്ധമായ എല്ലാത്തിനോടുമാണ്. മതം പ്രത്യേകമായിട്ട് ഞാൻ പരിഗണിക്കുന്നൊരു വിഷയമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 2 വർഷമായിട്ട് മതത്തെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളോട്
അതിനുള്ള പ്രതികരണം എന്ന രീതിയിൽ റിയാക്ഷനാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഞാൻ 3 പേരെയും കേട്ടു. എനിക്ക് കുറച്ച് സംശയങ്ങളും ഉണ്ടായി. കാരണം ഇത് ഒരു മുസ്ലിമുകളെ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ബയാസ്ഡായി പോയോന്ന്. അതായത് ഇസ്ലാമിക വിമർശനത്തിന് അതിരുകളുണ്ടോ എന്നായിരുന്നു അതിൻ്റെ അതിരാണ് ചോദിച്ചത്. ഞാനിപ്പോഴും ഊന്നി പറയാൻ ശ്രമിക്കുന്നു, അതിൻ്റെ അതിര് തീരുമാനിക്കുന്നത് ഖുറാനും അനുബന്ധ ഗ്രന്ഥങ്ങളും അതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ ജീവിത ശൈലിയുമാണ്. അത് നമ്മുടെ മുന്നിൽ പാഠപുസ്തകം പോലെ വ്യക്തമാണ്. ഇപ്പോൾ സാമാന്യം വിവരമുള്ള ആളുകളൊക്കെ ഈ എക്സ് മുസ്ലിംസിനെ കേട്ടിട്ടും സ്വന്തമായിട്ട് ഖുറാൻ വാങ്ങുന്ന ആളുകൾ തന്നെ എണ്ണം കൂടുതലാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് 11 വർഷം മുൻപേ. അന്ന് ഞാൻ 5-ാമത്തെ അധ്യായം വരെ വായിച്ചപ്പോൾ തന്നെ എനിക്ക് തല ചുറ്റിപ്പോയി. എൻ്റെ ദൈവമേ, ഞാനൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ, ഞാനൊരു മനുഷ്യകുലത്തിൽ എന്നെ എണ്ണപ്പെടുമോ എന്ന് വിഷമിച്ച് ഞാനത് അടച്ചു വെച്ചു. 5-ാമത്തെ അധ്യായം വരെ എത്തിയപ്പോൾ അവിടെ അടച്ചു വെച്ചു. അതിനുശേഷം 11 കൊല്ലത്തിന് ശേഷമാണ് പിന്നെ ഞാനത് തുറന്നത്. ഈ അടുത്ത കാലത്ത് തൊട്ടടുത്ത കാലത്തല്ല, യൂണിഫോം സിവിൽ കോഡ് ഇഷ്യൂ ഒക്കെ വരുന്ന കാലത്ത്. അപ്പോൾ നമുക്ക് സുഖിപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്രിയ സത്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഞാൻ അതിനകത്ത് ചില കാര്യങ്ങൾ പറയാം. അതിനകത്ത് സെക്സ് ട്രേഡിന് അനുവാദം കൊടുക്കുന്ന തരത്തിലുള്ള ഒരെണ്ണമുണ്ട്, 24-33. സെക്സ് ട്രേഡ് ഈസ് അലൗഡ്. പിന്നെ 2 സെക്സ് ട്രേഡ് എന്ന് ഞാൻ സെക്സ് വർക്കോ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷനോ എന്ത് വേണേലും പറയാം. 4, 24, 23, 6, 70, 30 ഇതൊക്കെയെന്ന് പറഞ്ഞാൽ റേപ്പിനെ റാറ്റിഫൈ ചെയ്യാണ്. ഒന്നും വേണ്ട, കഴിഞ്ഞ ആഴ്ചയിലല്ലേ ഇറാഖിൽ 9 വയസ്സുള്ള കുട്ടീനെ വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്നിട്ടും നമ്മളിപ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക, സൂപ്പിച്ച് പറയണം. അല്ലെങ്കിൽ ശരിയാണ്, നമുക്ക് ചിലപ്പോൾ ഭാഷ ഉപയോഗിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ലിയാഖത്തിൽ പറഞ്ഞത് ഞാൻ വളരെയേറെ യോജിക്കുകയാണ്. ചില ആളുകൾ ഭയങ്കര ഗോപ്യമായിട്ട് പറയുക, ചില ആളുകൾ സർക്കാസ്റ്റിക്കായിട്ട് പറയുക, ചില ആളുകൾ വളരെയധികം പുച്ഛത്തോടു കൂടി പറയുക. നീ ശരിയല്ല എന്നെനിക്ക് നേരെ നിന്നിട്ട്, നീ ശരിയല്ല കേട്ടോ, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല കേട്ടോ എന്നെനിക്ക് പറയാം. നീ അന്ന് എന്തിട്ടാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു തരം ഗോഷ്ഠി രീതിയിലും പറയാം. അപ്പോൾ എങ്ങനെ പറയണു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിമും ഇസ്ലാമും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് തന്നെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തീരും. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ സാധാ മനുഷ്യരാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, ബുദ്ധിയിസം എന്ന് പറഞ്ഞാൽ, മാർക്സിസം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രത്യയശാസ്ത്രവുമാണ്. ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്, കുറേ അധികം വ്യത്യാസമുണ്ട്. നമ്മൾ ഏത് പ്രത്യയശാസ്ത്രത്തിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുവോ ആ പ്രത്യയശാസ്ത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ പ്രവർത്തനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ വളരെ നെഗറ്റീവ് തോട്ടുള്ള, വളരെ നെഗറ്റീവ് കാര്യങ്ങളുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിനെ ഫോളോ ചെയ്യണമെന്ന് ശഠിക്കുന്ന ഒരു സമൂഹം അത് ഫോളോ ചെയ്താൽ എന്തായിരിക്കും എന്നൊരു ആങ്സൈറ്റി മറ്റു സമൂഹങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൂടായേ ഇല്ല. ക്ഷമിക്കണം, അതിൻ്റെ അതിര് നിശ്ചയിക്കുന്നത് തികച്ചും ആ ഗ്രന്ഥവും ഗ്രന്ഥത്തിൻ്റെ അനുയായിയും തന്നെയാണ്. അത് പറയുമ്പോൾ നിഷ്കളങ്ക മനസ്കർക്ക് അതായത് മുറിവേറ്റിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ എങ്കിലും ലിയാഖത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതിനകത്ത് വളരെയേറെ ഒരു പരിധിവരെ യോജിക്കുന്നു. അത് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴും പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് എല്ലാം യോജിക്കുന്നില്ല എങ്കിലും. താങ്ക് യു. നമ്മൾ സ്ത്രീവിരുദ്ധ മതം, ഇപ്പോൾ ഇവർ പറഞ്ഞ ഖുർആൻ വചനങ്ങളിലൊക്കെ നമുക്ക് അതേ വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. ഏത് ഇസ്ലാമിൽ ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന മതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് സ്ത്രീകളെ ഒരു ലൈംഗിക വസ്തുവായിട്ട് തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അത് വളരെ നിശിതമായിട്ട് പറയുന്ന ആളാണ് ഞാൻ. ബാലവിവാഹം എന്ന് പറയുന്നത് ശൈശവ വിവാഹം പോലും അനുവദിച്ചിട്ടുള്ള അങ്ങേയറ്റം ശിശുവിരുദ്ധമായ, ബാലവിരുദ്ധമായ മതമാണത്. പ്രത്യയശാസ്ത്രമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ മുസ്ലിങ്ങളെല്ലാവരും ബാലപീഡകരാണ് എന്ന് പറയുന്നിടത്ത് പ്രശ്നമുണ്ട്. ഇസ്ലാമിനകത്ത്, നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറയുന്നത്, ചില മതവിമർശകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഇറാഖിലെ സംഭവം വാർത്തയായതിനു ശേഷം ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിൽ ഇറാഖിൽ ഇനി പൂശാൻ 9 വയസ്സ് എന്നാണ്. അതൊരു വിമർശനമായിട്ട് നിങ്ങൾക്ക് പെൺമക്കളുള്ള ഏതെങ്കിലും അച്ഛന് തോന്നുന്നുണ്ടോ? അതൊരു മതവിമർശനമായിട്ട്?
ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. ആ പദപ്രയോഗം, അതായത് ഒരു പ്രത്യയശാസ്ത്രത്തിന് ഇരകളാക്കപ്പെടും എന്ന് ആശങ്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിലുള്ള അതിനിരകളാക്കപ്പെടാൻ പോകുന്ന കുട്ടികളെ അപമാനിക്കുന്ന കമൻറ്റ്, വിമർശനം എന്ന പേരിൽ എഴുതുന്നത് എങ്ങനെയാണ് ശരിയാവുക? മദ്രസ പീഡനത്തിൻ്റെ കേസ് പറയുന്നിടത്തും ഇതേ പ്രശ്നമുണ്ട്. വെളിച്ചെണ്ണ കുപ്പിയുടെ ഫോട്ടോ വെച്ച് പറ്റും അശ്ലീലങ്ങൾ എഴുതി വെച്ച് ഇതിന് ഇരകളാക്കപ്പെടുന്ന കുട്ടികളെ അപമാനിക്കുകയാണ്. ഇത് മതവിമർശനമാണോ? ഇത് മതവിമർശനമല്ല എന്ന് 24 മണിക്കൂർ മതവിമർശനം നടത്തുന്ന ഞാൻ പറയും. കാരണം നിങ്ങളുടെ ഇൻറ്റൻഷൻ ക്ലിയർ അല്ല. ഈ കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഈ സമൂഹത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ചിന്ത ഉണർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. മുസ്ലിങ്ങളൊക്കെ അക്രമകാരികളാണ് എന്ന് പറയാനല്ല, അവർ അസഹിഷ്ണുതയുള്ളവരാണ് എന്ന് പറയാനല്ല, അവർ സഹിഷ്ണുത പഠിക്കേണ്ടതുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ്. അവർക്ക് തോന്നുന്ന അസഹിഷ്ണുത ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ സഹിഷ്ണുത വളരുന്നതിന്, അത് സഹിഷ്ണുത ഉണ്ടായി വരുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നീ ശരിയല്ലാടാ, നീ അത് ചെയ്തത് ശരിയല്ലാടാ എന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുട്ടികൾ നന്നാവുമോ? അതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ, താങ്ക് യു.